ഇങ്ങ് മലയോരത്തുമുണ്ടൊരു വന്ദേ ഭാരത്. ഡ്രൈവർ ജോമോൻ ബസ് നിർത്തണമെങ്കിൽ ഭാര്യ ജിജിനെ വിചാരിക്കണം. ജോലിയിലും ജീവിതത്തിലും ഒറ്റക്കെട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു സന്തോഷമുണ്ട്. കഥയറിയാത്ത പലർക്കും സംശയം. കണ്ടക്ടർ അവിടെ ചെന്ന് ഡ്രൈവറിന്റെ അടുത്ത് വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർക്ക് അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവാണ്, നിങ്ങൾക്ക് അറിയത്തില്ല. വർത്താനങ്ങൾ പറയുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരുപാട് ഒഴിവാകുന്നത്. ഒരു പരാതി ഇല്ലല്ലോ, പരാതിയും പരിഭവമൊന്നുമില്ല. കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരെന്താ ഇപ്പൊ വീട്ടിൽ വന്നാൽ ഒന്നുകിൽ ഇച്ചിരി നേരത്തെ വന്നൂടെ എന്നൊക്കെ പണ്ടൊക്കെ പറയരുത്. ഇപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇതിന്റെ കഷ്ടപ്പാട് എന്നുള്ളത്. ഹെവി ലൈസൻസ് ഉള്ള ജിജിന വേണ്ടി വന്നാൽ സ്റ്റിയറിംഗിലും കൈവെക്കും. എന്റെ കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് കൊടുത്ത് അങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. ചേട്ടനുള്ളതുകൊണ്ടാ. ചേട്ടൻ ഇല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് എന്തായാലും ഞാൻ വരൂല. ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ പേപ്പർ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ ഇനി വിചാരിക്കും ഇത് തന്നെ കുഴപ്പമില്ല, രണ്ടുപേർക്കും കൂടെ ഇവിടെ നിൽക്കാം എന്നൊരിതുണ്ട്. ചെറുപുഴയിൽ നിന്ന് തുടങ്ങി പാണത്തൂര് വരെ ഇരുവരും അങ്ങനെ. ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഞങ്ങളെല്ലാരും പ്രണയിച്ച് വിവാഹം കഴിച്ച് നാട് മൊത്തം പറയുന്നത് ഞങ്ങൾ പ്രണയിച്ചാണ്, ലവ് മാരേജ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ലവ് മാരേജ് ഒന്നുമല്ല, ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണ്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് പ്രണയിക്കാൻ തുടങ്ങിയത്. പ്രണയം ബസ്സിലായി.